ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഹെൽത്തി ടോക്ക് സീരീസ്. നമ്മുടെ 4th എപ്പിസോഡാണ്, ഐ തിങ്ക് സോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ പ്രിപ്പറേഷൻ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഗ്രോത്ത് ഓയിലിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ ബെസ്റ്റ് ആക്കാം. നമുക്ക് വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഇത് എല്ലാവരും ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ഹെയർ ഓയിൽ കൊണ്ടും മാറും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഹെയർ ഓയിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യണ ഹെയർ സിറംസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ എന്താണോ നമ്മുടെ ഹെയറിലുള്ള പ്രോബ്ലംസ് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും വേണം നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഹെയറിലുണ്ടാവുന്ന പ്രോബ്ലംസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ദ കോമൺ വൺ ഈസ് ഹെയർ ലോസ്. അതായത് ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹെയർ എപ്പോഴും നമ്മൾ കോംബ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നിന്ന് പോകുന്നത് ദാറ്റ്സ് ടു നാച്ചുറൽ ആണ്, അത് കോമൺ ആണ്. അതായത് എക്സസീവായിട്ട് നമ്മുടെ ഹെയർ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും എക്സസ് ആയിട്ട് നമ്മളുടെ ഹെയർ ലോസ് ആവുന്നുണ്ടെങ്കിൽ, ഒരു എക്സസ് എമൗണ്ട് ഓഫ് ഹെയർ നമ്മുടെ കയ്യിൽ നിന്ന് ഹെയറിന്ന് ലോസ് ആവുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മുടെ ഹെയർ ലോസ് എന്ന് പറയുക. കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം. കുറച്ചൊക്കെ ഒരു 2-3-4 ഹെയർ ഒക്കെ പോകുന്നത് നോർമലാണ്. കൂടുതൽ നമ്മൾ കോംബ് ചെയ്യുമ്പോഴും അല്ലാതെ പോകുമ്പോഴും ഹെയർ അങ്ങോട്ട് കൊഴിഞ്ഞിങ്ങോട്ട് വരികയാണ്, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ബാത്റൂമിൽ ഫുൾ ഹെയർ കിടക്കുകയാണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ ഹെയർ ലോസ് എന്ന് പറയാം. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഗേൾസ് ആണെങ്കിൽ ബോയ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഉള്ളൊരു ഹെയർ പ്രോബ്ലം ഹെയർ ലോസ് ആണ്. ദെൻ ദ വൺ ഈസ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂവൽ സംഭവം തന്നെയാണ്. കാര്യം നമുക്ക് ഹെയറിൽ മാത്രമല്ല അത് പ്രശ്നം ഉണ്ടാക്കണത്, നമ്മുടെ ഫേസിലും. ഈ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് കോംബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലേക്ക് എങ്ങാനും ജസ്റ്റ് തെറിച്ചു എങ്ങനെയെങ്കിലും വന്നാൽ നമുക്ക് ഫേസിലും പിമ്പിൾസ് കൊണ്ട് നിറയും. അപ്പോൾ ഹെയർ ലോസും ഉണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രശ്നം ഈ ഡാൻഡ്രഫ് കൊണ്ടും ഉണ്ടാവാം. ഡാൻഡ്രഫും അതിനൊരു റീസണാണ്. ഡാൻഡ്രഫാണ് കൂടുതലും ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അത് മാറാൻ, അതായത് നമുക്ക് പറ്റാൻ ബുദ്ധിമുട്ടായ പ്രശ്നവും ഡാൻഡ്രഫ് തന്നെയാണ്. അപ്പോൾ ഡാൻഡ്രഫ് പോകാനുള്ള ഇൻഗ്രീഡിയൻസ്, ഡാൻഡ്രഫാണ് പ്രശ്നമെങ്കിൽ ഡാൻഡ്രഫ് പോകാനുള്ള ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഡാൻഡ്രഫ് പോകാനായിട്ട് നമ്മൾ സ്കാൽപ്പിൽ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഹെയർ ലോസ് ആവാതെ ശ്രമിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പ്രശ്നം അനുസരിച്ച് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ദ തേർഡ് പ്രോബ്ലം ഈസ് ഡ്രൈ ആൻഡ് ബ്രിഡിൽ ഹെയർ. അതായത് നമ്മുടെ ഹെയർ എപ്പോഴും ഡ്രൈ ആവണത് എങ്ങനെയാണ്, നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആവണേ. അപ്പോൾ ഡ്രൈ ആവാതെ നോക്കുക. അപ്പോൾ ഡ്രൈ ആവണമെന്നാണ് പ്രശ്നമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സെറംസോ എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈ ആവാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണ്, നമ്മുടെ ഈ ഹെയറിലുള്ള ഡ്രൈനെസ് മാറാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണ് എന്ന് നോക്കിയിട്ട് അത് ചെയ്യുക. ഈ ഡ്രൈ ആവുമ്പോൾ ഉള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടെക്സ്ചർ കിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. നമ്മുടെ ഒരു ഷൈനിങ് ആയിരിക്കില്ല ഡ്രൈ ആണെങ്കിൽ. നമ്മുടെ ഹെയർ ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഷൈനിങ് ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഈ ഡ്രൈ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഒക്കെ ഒരു ലിമിറ്റ് ആയിരിക്കും. കാര്യം ഒന്നുകൂടി ഡ്രൈ ആവുള്ളൂ. അപ്പോൾ ഡ്രൈനെസ് ഇൻ ദ ഹെയർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ബിക്കോസ് അത് നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഹെയറിലുള്ള ആ പ്രോബ്ലം. കാര്യം ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ചില ഷാമ്പൂസോ സെറംസോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ദ ഫോർത്ത് പ്രോബ്ലം ഈസ് സ്പ്ലിറ്റ് എൻഡ്സ്. അതായത് ഇത് അങ്ങനെ എല്ലാവർക്കും കാണുന്ന ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും ഞങ്ങൾ അല്ലെങ്കിൽ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ കാണും. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സിൽ ഓയിൽ ഇടാത്ത അല്ലെങ്കിൽ സെറംസ് യൂസ് ചെയ്യാത്ത ആളുകൾക്ക് കാണും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെയർ ഗ്രോത്ത് ആയി വന്നിട്ട്
ഒരു ടൈം ആകുമ്പോൾ അതിന് കിട്ടുന്ന ന്യൂട്രീഷൻ അതിന് കിട്ടുന്ന ഫുഡ്, അങ്ങനെ തന്നെ പറയാം, ഫുഡ് അതിന് കിട്ടുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് 2 ഭാഗമാകും. ആ എൻഡിൽ മാത്രം 2 ഭാഗമായിട്ട് മാറും. അത് പിന്നെ അങ്ങോട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരില്ല. അതാണ് സ്പ്ലിറ്റ് ആയിട്ട് അതിൻ്റെ ഗ്രോത്ത് അവിടെ വെച്ച് എൻഡാവും. അപ്പോൾ ഇതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, സ്പ്ലിറ്റ് എൻഡ് തടയാനുള്ള പ്രൊസീജിയേഴ്സ് അങ്ങനെ ചെയ്യാം. സ്പ്ലിറ്റ് എൻഡ്സ് നമ്മൾ കൂടുതലും അത്രയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം ജസ്റ്റ് ആ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലും മാറാവുന്ന ഒരു പ്രശ്നമാണ് സ്പ്ലിറ്റ് എൻഡ്സ്. ദെൻ ദ ഫിഫ്ത്ത് പ്രോബ്ലം ഈസ് ഫ്രിസ്. അതായത് നമ്മുടെ മുടിയിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ചകിരിയിൽ പിടിക്കുന്ന പോലെ ഒരു ഫ്രിസിനെസ് ആയിരിക്കും, നമ്മുടെ സ്മൂത്തായിട്ട് കിടക്കുന്നില്ല. അതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള, അതും ഞാൻ ഈ ഫ്രിസിനെസ് ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്രൈനെസ്, ഇതൊക്കെ ഏകദേശം സെയിം പ്രോബ്ലം ആണ്. കാര്യം നമ്മുടെ മോയ്സ്ചറിങ് കണ്ടന്റ് നമ്മുടെ ഹെയറിന് നഷ്ടമാകുമ്പോഴാണ് നമുക്ക് ഫ്രിസിനെസ് ഉണ്ടാവുക, ഹെയർ ഒന്ന് സ്മൂത്ത് ആവാണ്ടിരിക്കാം. ഈ ഫ്രിസിനെസ് ഇല്ലാതാക്കാനായിട്ട് നമ്മളിപ്പോൾ ഷാംപൂസ് ആണ് അല്ലെങ്കിൽ ഹെയർ ഓയിൽ, സെറംസ്, ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിനനുസരിച്ചുള്ള, ഇപ്പോൾ ഹെയർ ടൈപ്പ് ഓഫ് ദ ഹെയർ ഡിപ്പെൻസ്. അതായത് കേളി ഹെയർ ആണെങ്കിൽ കേളി ഹെയറിൻ്റെ ഫ്രിസിനെസ് മാറാനുള്ള ഷാംപൂ, സെറം, ഓയിൽ. സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ഹെയറിൻ്റെ ഫ്രിസിനെസ് മാറാനുള്ള ഷാംപൂ, ഹെയർ സെറംസ് അങ്ങനെ യൂസ് ചെയ്തെടുക്കാം. ഹെയർ ഓയിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് മോയ്സ്ചർ കണ്ടന്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഓയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം. സെറം അതുപോലെ തന്നെ, ഷാമ്പു ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വേണം ഫ്രിസിനെസ് മാറാനായിട്ട് ഉപയോഗിക്കാം. ദെൻ സ്കാൽപ്പ് കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡാൻഡ്രഫ്. അതാണ് മെയിൻ സ്കാൽപ്പിൽ വരുന്നൊരു പ്രോബ്ലം. ഡാൻഡ്രഫ് നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും, സ്കാൽപ്പിലായിരിക്കും ഡാൻഡ്രഫ് ഉണ്ടാവുക. നമ്മളിങ്ങനെ ജസ്റ്റ് അതിലൊന്ന് സ്ക്രാച്ച് ചെയ്താലായിരിക്കും നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുക. അത് സ്കാൽപ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോഴാണ് ഉണ്ടാവുക. സ്കാൽപ്പിന്റെ കണ്ടീഷനാണ് സത്യത്തിൽ അതിന്റെ റൂട്ട്, നമ്മുടെ ഹെയറിന്റെ റൂട്ട് സ്കാൽപ്പിൽ നിന്നല്ലേ. അപ്പോൾ സ്കാൽപ്പിലെ പ്രശ്നം ആദ്യം മാറ്റിയാലേ ഉള്ളൂ നമുക്ക് ഹെയർ ഗ്രോത്തിൽ ബാക്കിയുള്ള ഫ്രിസിനെസ്, ഡ്രൈനെസ് ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ആദ്യം ദ ബേസ് ഈസ് സ്കാൽപ്പ്. അപ്പോൾ സ്കാൽപ്പിലെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള ചെയ്താൽ മതി. അപ്പോൾ സ്കാൽപ്പിൽ വേറെ വരുന്ന പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സ് അലർജി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിങ്, ഇറിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ആവില്ല, അവിടെ ഹെയർ ഗ്രോത്ത് നഷ്ടപ്പെടും. അപ്പോഴത്തേക്കും സ്കാൽപ്പ് കണ്ടീഷനാണ് ആദ്യം നോക്കേണ്ടത്. ദെൻ ദ 7th പ്രോബ്ലം ഈസ് തിൻ ഓർ ഫൈൻ ഹെയർ. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഹെയർ ഭയങ്കര തിന്നാണ്. അങ്ങനെ ചിലവർക്ക് ജനറ്റിക്കലി തിൻ ഹെയർ, തിക്കാവില്ല ഹെയർ എങ്കിൽ അത് ഹെൽത്തി ആയിട്ട്, അതായത് അതിൻ്റെ കൂടുതലും ഇത് ചെയ്യാനായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കാതെ അതിനെ ആ തിൻ ഹെയർ ആണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അത്രയ്ക്കും മുടി അത്യാവശ്യം എന്നുള്ളവരാണെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ വെക്കാം. എന്നിട്ടും പറ്റാത്തവർ മാത്രം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം. തിൻ ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ എങ്ങനെയാണ് വളർത്തണം അങ്ങനെ വളർത്തുക, ഹെൽത്തി ആയിട്ട് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ തിന്നാണെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് ഫ്രിസിനെസ്, ഡ്രൈനെസ് ഒക്കെ ഇല്ലാണ്ടാക്കുക, അങ്ങനെ സൂക്ഷിക്കുക. അതുവഴി നമുക്കൊരു ഹെൽത്തി ഹെയർ കിട്ടും. തിൻ ഓർ തിക്ക് അല്ലെങ്കിൽ കേളി ഓർ സ്ട്രെയിറ്റ് ഓർ ലോങ് ഓർ ഷോർട്ട് അല്ല, ഹെൽത്തി ഹെയർ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കാം. ആൻഡ് 9th വൺ ഈസ് ഡാമേജ് ഫ്രം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണിപ്പോൾ. കെരാറ്റിൻ, ബോട്ടോക്സ്, സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അതെല്ലാവർക്കും പിടിക്കണം എന്നില്ല. എല്ലാവർക്കും അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, ആ വേർഡിൽ തന്നെ ഉണ്ട്, കെമിക്കലാണ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യണത്, ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡാമേജ് ഉണ്ടാക്കും ഫ്യൂച്ചറിൽ. അല്ലെങ്കിൽ നമുക്ക് ചില ഹെയറിലൊക്കെ പെട്ടെന്ന് അത് പറ്റില്ല. എന്തെങ്കിലും കെരാറ്റിൻ പോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ ഉള്ള ഹെയറും കൂടി പോണ ഒരു ഇതാണ്. ആ ഒരു ടൈമിൽ നമുക്ക് ഷൈനിങ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അത് മാത്രമല്ല, അഥവാ നമ്മുടെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഡാമേജ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറംസും ഷാംപൂസും ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അടുത്തുനിന്ന് തന്നെ നമുക്ക് ഷാംപൂസൊക്കെ സജസ്റ്റ് ചെയ്യും. അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളും
കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുവർ ഹെയർ ഗ്രോത്ത്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തലയിൽ പുറമെ നമ്മൾ തേക്കുന്നതും അല്ലെങ്കിൽ ഹെയർ സെറംസ്, ഷാംപൂസ്, ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ ഹെയർ ഗ്രോത്തിന് നമ്മൾ ഉള്ളിലേക്കും കഴിക്കണം. ഉള്ളിലേക്കും ന്യൂട്രീഷ്യൻസ്, ഹെയർ ഗ്രോത്തിനുള്ള നമ്മുടെ ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാലേ ഉള്ളൂ നമ്മുടെ ഹെയറിന് വേണ്ട ന്യൂട്രീഷൻ കിട്ടുള്ളൂ. അതാണ് പുവർ ഹെയർ ഗ്രോത്ത്. അപ്പം നമ്മൾ എത്ര പുറമേ തേച്ചാലും, പുറമെ എത്ര ഓയിലിട്ട് കഴിക്കാലും, ഷാംപൂസ് യൂസ് ചെയ്താലും, സെറംസ് യൂസ് ചെയ്താലും, വീക്കിലി പാക്ക് ഇട്ടാലും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരു മിനിമം ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല, ഇമ്പ്രൂവ് ആവില്ല. അതാവണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് എന്തെങ്കിലും ഹെയർ ഗ്രോത്തിന് ന്യൂട്രീഷൻ കൊടുക്കണം. അതാണ് ഇവിടെ പുവർ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഹെയർ ഗ്രോത്ത് നടക്കും, ഹെയറിന് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഗ്രോയിങ് കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ട ആ ഒരു ന്യൂട്രീഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഹെയറിൽ ഉണ്ടാവുന്ന നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് എന്താണ് നമ്മുടെ വീട്ടിൽ. നമ്മുടെ ടോപ്പിക് അതാണല്ലോ, ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഏത് പ്രശ്നമാണ് നിങ്ങളുടെ, അത് മാറ്റാനുള്ള ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ. ഈ എല്ലാ പ്രശ്നവും ഭയങ്കര എക്സ്ട്രീം ലെവലിലില്ല, എന്നാൽ കുറച്ച് ഹെയർ ലോസ് ഉണ്ട്, കുറച്ച് ഡാൻഡ്രഫ് ഉണ്ട്, കുറച്ച് ഫ്രിസിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന എല്ലാ നല്ല ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുക. എല്ലാം കൂടി ഇട്ടെന്ന് വെച്ച് ഹെയർ ഓയിലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഹെയറിനും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, എല്ലാവരുടെ കിച്ചണിലൊക്കെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ബ്ലാക്ക് ക്യുമിൻ സീഡ്സ്. അതായത് നമ്മുടെ കരിഞ്ജീരകം മാത്രം എണ്ണയിൽ കാച്ചിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കരിഞ്ജീരകം ഓയിൽ അല്ലെങ്കിൽ കരിഞ്ജീരകം ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. വീട്ടിലും എല്ലാവരും കരിഞ്ജീരകം മാത്രം ഇട്ട് എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കും. ഇതും നമ്മുടെ ഹെയർ പ്രോബ്ലംസ് സോൾവ് ആക്കാനുള്ള ഒരു കിച്ചണിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ദെൻ ഫെനുഗ്രീക്ക് സീഡ്സ്, അതായത് നമ്മുടെ ഫെനുഗ്രീക്ക് ഉലുവ നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ ആദ്യം നമുക്ക് പാക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഉലുവപ്പൊടിയും കിട്ടും. ഉലുവപ്പൊടി നമുക്ക് തൈരിലോ വെള്ളത്തിലോ നമ്മൾ പാക്കായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഉലുവ നമ്മൾ തലേ ദിവസം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ച് അലുത്ത് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കി, അലുത്ത് കഴിയുമ്പോൾ ഹെയർ പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഹെയർ പ്രോബ്ലംസിൽ ഏറ്റവും കൂടുതൽ ഡാൻഡ്രഫിൻ്റെ കാര്യത്തിലാണ് ഫെനുഗ്രീക്ക് കൂടുതലും ആളുകൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് ഒണിയൻ്റെ ജ്യൂസ് എടുത്തിട്ട് എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തിടാറുണ്ട്. ഒണിയൻ്റെ ജ്യൂസ് എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഡാൻഡ്രഫ് ഒക്കെ മാറാൻ. പിന്നെ ഈ ക്ലൗസ് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോഴും ഈ ക്ലൗസിൻ്റെ ക്ലൗസിൻ്റെ വാട്ടറൊക്കെ കുടിക്കുന്നത് നല്ലതെന്ന് പറയും. ഈ 4 ഐറ്റംസും ഓണിയൻ ഒഴിച്ച് 3 ഐറ്റംസും ഇട്ടിട്ടുള്ള വെള്ളം, ബോയിൽ ചെയ്തിട്ടുള്ള വാട്ടർ കുടിക്കുന്നതും നമ്മുടെ ഈ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഫെനുഗ്രീക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഉലുവ ഡാൻഡ്രഫിനെ കുറയ്ക്കുമെങ്കിൽ ഓണിയൻ ഹെയർ ഗ്രോത്തിനും, ക്യുമിൻ സീഡ്സും ഹെയർ ഗ്രോത്തിനും, ക്ലൗസും ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. ഇനി ഫ്രിസിനെസ് ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ ഫെനുഗ്രീക്കിൻ്റെ സീഡ്സ് നമ്മൾ വെള്ളത്തിലിട്ട് അതൊരു ജെൽ പരിവാകുമ്പോഴത്തേക്കും അതെടുക്കുക, എന്നിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെയും കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഈ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിലേക്ക് ഇനി റോസ്മേരി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പിന്നെ ചെമ്പരത്തിയുടെ ഇല ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ പറഞ്ഞ ഹെയർ പ്രോബ്ലംസിന് എല്ലാത്തിനും സൊല്യൂഷൻ കിട്ടുന്ന എല്ലാവരുടെയും കിച്ചണിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇനി ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലുള്ള ഈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ വേറെ ലീഫി മെഡിസിൻസ് പോയി, അതായത് തുളസി അതുപോലെയുള്ള നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് മറക്കാതെ ഹെയർ ഓയിൽ ഇടുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹെയർ ഓയിൽ എപ്പോഴും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും
ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്ത നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുണ്ടാവുന്ന സീഡ്സും എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.